പ്രൊഫസർ എസ് ശിവദാസ് എഴുതിയ മണ്ണും മനുഷ്യനും എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗം. ഇതാ ഒരു മായാലോകം. ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്കു തോന്നി. ഇത്രയും ദിവസങ്ങൾ ഞാൻ മരത്തിലേക്ക് നോക്കി നടന്നു. ഇനി മണ്ണിലേക്ക് ഒന്ന് നോക്കിയാലോ? അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു. മണ്ണിലേക്ക് നോക്കുകയും ചെയ്തു. എന്നിട്ടോ മണ്ണിലൊരു മായാലോകം കണ്ടെത്തി. അതിരസകരമായ ആ കഥ കേട്ടോളൂ. 100ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത്. ആരായിരുന്നു ആ മിടുക്കനായ കിറുക്കൻ? ഡോക്ടർ വില്യം ബീബ്, ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ. ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെയൊരു വിചിത്രമായ ആശയം തോന്നിയത്. കാട്ടിൽ നിന്നും പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. അതിനായി അദ്ദേഹം കുറേ ദിവസങ്ങൾ ബ്രസീലിലെ ബേലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിഞ്ഞു. കൊടും കാട്ടിലൂടെ, കാട്ടുമരങ്ങളുടെ ഇലകൾ വീണുകിടക്കുന്ന മണ്ണിനു മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു. കാട്ടരുവിയിലൂടെയും സഞ്ചരിച്ചു. അപ്പോഴൊക്കെ കണ്ണ് മരത്തിലായിരുന്നു. പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കാതെ പറ്റുമോ? അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയും തിരിച്ചറിഞ്ഞും വേണ്ടവയെ പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു. അപ്പോഴൊന്നും നിലത്തേക്കൊന്ന് നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു. അങ്ങനെ തിരക്കിട്ട പണി തീരാറായി. ഇനി തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം. അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിക്കണം, കടലിലെത്തണം, കപ്പലിൽ കയറണം, പിന്നെ കുറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്ര. അപ്പോഴേ ന്യൂയോർക്കിലെത്തൂ. കപ്പലിൽ കാടില്ല, മരങ്ങളില്ല, പക്ഷികളുമില്ല. അപ്പോൾ നേരം പോകാൻ എന്താണ് വഴി? അതിനുള്ള വഴിയായിരുന്നു കാട്ടുമണ്ണ് പരിശോധന. ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന ഈ മണ്ണിലും രഹസ്യങ്ങൾ കണ്ടേക്കാം. അങ്ങനെയൊരു സംശയം എങ്ങനെയോ ആ ശാസ്ത്രജ്ഞന്റെ മനസ്സിൽ കയറിപ്പറ്റി. അക്കാലത്ത് ആ സംശയത്തെപ്പറ്റി മറ്റാരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അത് കിറുക്കാണെന്ന് പറയുമായിരുന്നു. ഡോക്ടർ ബീബിനെ അവർ കളിയാക്കുകയും ചെയ്തേനെ. എന്നാൽ ഒരു കാര്യം അറിയണം, നല്ല ശാസ്ത്രജ്ഞന്മാർക്കേ ഇത്തരം സംശയങ്ങൾ തോന്നൂ. അത്തരം കിറുക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മറ്റാരും കാണാത്തതു കണ്ടെത്തുന്നത്. അങ്ങനെയൊരു ആശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ചു നിൽക്കരുത്, ഉടൻ പ്രവർത്തിക്കണം. ഡോക്ടർ ബീബും അതുതന്നെ ചെയ്തു. അദ്ദേഹം ഒരു വലിയ ചാക്കെടുത്തു. അത് നിറയെ മണ്ണ് വാരിയിട്ടു. കാട്ടുമണ്ണാണ് കുത്തിയിളക്കി വാരുന്നതെന്ന് ഓർക്കണം. കാട്ടിൽ മണ്ണിനു മുകളിൽ കരിയില മെത്തയുണ്ടായിരിക്കും. കരിയിലകളുടെ അനേകം അടുക്കുകൾ. അടിഭാഗത്തെ കരിയിലകൾ കുറേ ചീഞ്ഞളിഞ്ഞിരിക്കും. അഴുകിയും പൊടിഞ്ഞും മണ്ണിനു മുകളിൽ ഒരു പാളിയായി കിടപ്പുണ്ടാകും. അതിനു താഴെയാണ് കാട്ടിലെ മേൽമണ്ണ്. അഴുകിപ്പൊടിഞ്ഞു കിടന്ന കരിയിലയും മേൽമണ്ണുമെല്ലാം കൂടി തന്നെയാണ് ചാക്കിൽ നിറച്ചത്. ആ മൺചാക്കുമായി അദ്ദേഹം മടക്കയാത്ര തുടങ്ങി. ആദ്യം ബോട്ടിലൂടെ കടലിലെത്തി, പിന്നെ കപ്പലിലേക്കു കയറി. മറക്കാതെ മൺചാക്കും കപ്പലിൽ കയറ്റി. കപ്പലിൽ വച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു. കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. ഇത്ര കുറച്ച് മണ്ണിൽ ഇത്രയേറെ ജീവികളോ? ആ കാട്ടുമണ്ണ് നിറയെ ജീവികളായിരുന്നു. ഉറുമ്പുകൾ, ചിതലുകൾ, വണ്ടുകൾ, തേളുകൾ, പുഴുക്കൾ, മണ്ണിരകൾ, ഒച്ചുകൾ. വെറും കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ജന്തുക്കൾ തന്നെ എത്രയധികം! ഈ മണ്ണിന് ജീവനുണ്ട്, അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ കൈവശം വലിയ ലെൻസുണ്ടായിരുന്നു. വസ്തുക്കളെ വലുതായി കാണിക്കുന്ന തരം ലെൻസ്. അതുപയോഗിച്ച് അദ്ദേഹവും കൂട്ടുകാരും മണ്ണിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു. അപ്പോൾ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെയും അവർ കണ്ടു. 100 കണക്കിന് കൊച്ചു കൊച്ചു ജീവികൾ. ഓരോന്നും അതിൻ്റെ മൺതരിയെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു, ഇളകുന്നു.
മൺതരികൾക്കിടയിലൂടെ പുളഞ്ഞു നീങ്ങുന്നു. ഡോക്ടർ ബീബും കൂട്ടുകാരും കൂടി അതീവ ശ്രദ്ധയോടെ അനേക ദിവസങ്ങൾ ആ മണ്ണിനെ പരിശോധിച്ചു കൊണ്ടിരുന്നു. ഓരോ ദിവസവും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു. ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു. വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു. മണ്ണിനടിയിലെ ലോകം, ഇരുട്ടിൻ്റെ ലോകം, ഇരുട്ടിൽ ഇര തേടുന്നവരുടെ ലോകം, ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെ ലോകം. അവിടെ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു. കുമിളുകൾ, ഫംഗസുകൾ കാടുകളായി വളർന്നിരിക്കുന്നു. മൺതരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു. അവിടെ ആരെയും അമ്പരപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്ന് ശത്രുക്കളെ പറ്റിക്കുന്നു. വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടായിരിക്കുന്നു. ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിലിരുന്നും മിമിക്രി കാണിക്കുന്നു. തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബീബ് പുറം ലോകത്തെപ്പറ്റി മറന്നുപോയി. താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി ചെറുതായി മണ്ണിനുള്ളിലെ മായാലോകത്തിലകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി. പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ? താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റൊരു ആലീസ്. പ്രൊഫസർ എസ് ശിവദാസ്. ഇനി അർത്ഥങ്ങൾ നോക്കാം. മായാലോകം, അത്ഭുതലോകം. വിചിത്രം, അത്ഭുതം, മടക്കയാത്ര, തിരികെയുള്ള യാത്ര. അതീവ ശ്രദ്ധ, വളരെയേറെ ശ്രദ്ധ. വിശാലമായ, വലിയ, പരന്നുകിടക്കുന്ന. പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തേത് കാണാ കാഴ്ചകൾ. ലേഖനം വായിച്ച് ഓരോരുത്തരും ചോദ്യങ്ങൾ തയ്യാറാക്കുക. അടുത്തത് പാഠപുസ്തകത്തിലെ പ്രവർത്തനം. ആദ്യത്തെ കാണാ കാഴ്ചകൾ. ലേഖനം വായിച്ച് ഓരോരുത്തരും ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഉദാഹരണം: വില്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അതിനെ വിചിത്രമായ ആശയം എന്ന് പറയുന്നത്? ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ കൈമാറി വായിക്കുക. ഓരോ ഗ്രൂപ്പും മികച്ച 10 ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കണം. ആവർത്തനങ്ങൾ ഒഴിവാക്കി ചോദ്യങ്ങൾ ക്രമപ്പെടുത്തി എഴുതണം. ഉത്തരങ്ങളും എഴുതി വയ്ക്കണം. തുടർന്ന് 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചോദ്യോത്തരപ്പയറ്റ് നടത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉത്തരങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ നോക്കാം. വില്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു? പാഠപുസ്തകത്തിലുള്ള ചോദ്യം തന്നെയാണ്. കാട്ടിലെ മണ്ണ് പരിശോധിക്കണമെന്നതായിരുന്നു വില്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം. എന്തുകൊണ്ടാണ് അതിനെ വിചിത്രമായ ആശയം എന്ന് പറയുന്നത്? പക്ഷികളെ ശേഖരിക്കാൻ കാട്ടിലെത്തിയ വില്യം ബീബിന് മണ്ണ് പരിശോധിക്കണമെന്ന് തോന്നിയതിനാലാണ് അതിനെ വിചിത്രമായ ആശയം എന്ന് പറയുന്നത്. കൂടാതെ അക്കാലത്ത് മറ്റാരും ചെയ്യാത്ത പ്രവൃത്തിയായിരുന്നു മണ്ണ് പരിശോധന. ഇത്തരം ഒരു കാര്യം ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിറുക്കാണെന്ന് പറയുമായിരുന്നു. ആരു കേട്ടാലും അതിനെ വിചിത്രമായ ആശയം എന്നേ പറയുമായിരുന്നുള്ളൂ. മൂന്നാമത്തെ, വില്യം ബീബ് ആരായിരുന്നു? ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ ആയിരുന്നു. നാലാമത്തെ, വില്യം ബീബിൻ്റെ ബ്രസീലിലെ ബേലം എന്ന പ്രദേശത്തെ കാട്ടിലെ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? കൊടുങ്കാട്ടിലൂടെ കാട്ടുമരങ്ങളുടെ ഇടയിലൂടെ വീണടിഞ്ഞു കിടക്കുന്ന മണ്ണിന് മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു. കാട്ടരുവിയിലൂടെയും സഞ്ചരിച്ചു. അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയും തിരിച്ചറിഞ്ഞും വേണ്ടവയെ പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു. അഞ്ചാമത്തെ, കപ്പൽ യാത്രക്കിടയിൽ നേരം പോകാനായി ബീബ് കണ്ടെത്തിയ വഴി എന്തായിരുന്നു? കാട്ടുമണ്ണ് പരിശോധന.
അടുത്തത്, നല്ല ശാസ്ത്രജ്ഞന്മാരുടെ പ്രത്യേകത എന്ത്? മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതും മറ്റാരും കാണാത്തത് കണ്ടെത്തുന്നതും ആണ് നല്ല ശാസ്ത്രജ്ഞന്മാരുടെ പ്രത്യേകത. ഏഴാമത്തെ, കപ്പലിൽ വെച്ച് മൺചാക്ക് തുറന്നപ്പോൾ ബീബും കൂട്ടുകാരും എന്താണ് കണ്ടത്? ചാക്കിലെ കാട്ടുമണ്ണിൽ നിറയെ ജീവികളായിരുന്നു. ഉറുമ്പുകൾ, ചിതലുകൾ, വണ്ടുകൾ, തേളുകൾ, പുഴുക്കൾ, മണ്ണിരകൾ, ഒച്ചുകൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. എട്ടാമത്തെ, കാട്ടുമണ്ണിലെ ജീവികളെ കണ്ട് വില്യം ബീബ് അറിയാതെ പറഞ്ഞു പോയത് എന്താണ്? ഈ മണ്ണിന് ജീവനുണ്ട് എന്നാണ് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയത്. ഒമ്പതാമത്തെ, ലെൻസ് കൊണ്ട് നോക്കിയപ്പോൾ വില്യം ബീബും കൂട്ടുകാരും കാട്ടുമണ്ണിൽ എന്തെല്ലാം കണ്ടു? വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെ അവർ കണ്ടു. ഓരോന്നും അതിൻ്റെ മൺതരിയെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നതും ഇളകുന്നതും മൺതരികൾക്കിടയിലൂടെ പുളഞ്ഞു നീങ്ങുന്നതും അവർ കണ്ടു. പത്താമത്തെ, വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ബീബും കൂട്ടുകാരും കണ്ട ലോകം എങ്ങനെയുള്ളതായിരുന്നു? മണ്ണിനടിയിലെ ലോകം, ഇരുട്ടിൻ്റെ ലോകം, ഇരുട്ടിൽ ഇര തേടുന്നവരുടെ ലോകം, ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെ ലോകം. ബീബും കൂട്ടുകാരും ഒരു മായാലോകം തന്നെ കണ്ടു. 11ാമത്തെ, മണ്ണിനടിയിലെ മായാലോകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്? ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു. കുമിളുകൾ കാടുകളായി വളർന്നിരിക്കുന്നു. മൺതരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു. അവിടെ ആരെയും അമ്പരിപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്ന് ശത്രുക്കളെ പറ്റിക്കുന്നു. വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടായിരിക്കുന്നു. ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിൽ ഇരുന്നു മിമിക്രി കാണിക്കുന്നു. 12ാമത്തെ, ബീബ് പുറം ലോകത്തെ പറ്റി മറന്നുപോയതെപ്പോൾ? തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ അത്ഭുതലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആണ് ബീബ് പുറം ലോകത്തെ പറ്റി മറന്നുപോയത്. മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ ബീബ് ആരെ പോലെയായി എന്നാണ് പറയുന്നത്? അത്ഭുത ലോകത്തിലെ ആലീസിനെ പോലെയായി എന്നാണ് പറയുന്നത്. അടുത്ത പ്രവർത്തനം, ആലീസിൻ്റെ അത്ഭുതലോകം. പണ്ടൊരു ആലീസ് അത്ഭുതലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ? താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റൊരു ആലീസ്. ലൂയിസ് കരോൾ എഴുതിയ ആലീസിൻ്റെ അത്ഭുതലോകം എന്ന നോവൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ എടുത്ത് വായിക്കൂ. ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ഇവിടെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ലൂയിസ് കാരളിൻ്റെ വിഖ്യാതമായ ബാലസാഹിത്യ നോവലാണ് ആലീസിൻ്റെ അത്ഭുതലോകം. നോവലിലെ പ്രധാന കഥാപാത്രവും സാങ്കല്പിക സൃഷ്ടിയുമാണ് ആലീസ് എന്ന പെൺകുട്ടി. ആലീസ് കളിച്ചുകൊണ്ടിരിക്കെ ഒരു വെള്ളമുയലിനെ പിന്തുടർന്ന് വിചിത്ര ലോകത്ത് എത്തിച്ചേരുന്നതായും അത്യന്തം വിസ്മയകരമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നതായും സ്വപ്നം കാണുന്നതാണ് ആലീസിൻ്റെ അത്ഭുതലോകത്തിലെ കഥ. ഒരു ദ്രാവകം കുടിക്കുമ്പോൾ ചെറുതാവുക, ഒരു കഷ്ണം കേക്ക് കഴിക്കുമ്പോൾ വലുതാവുക, കരയാൻ തുടങ്ങുമ്പോൾ കണ്ണീർ കയത്തിൽ വീണു പോവുക, പൂന്തോട്ടത്തിലെ പുഷ്പങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുക, ഇങ്ങനെ പോകുന്നു ആ വിചിത്ര അനുഭവങ്ങൾ. പൊടുന്നനെ ആലീസ് സ്വപ്നത്തിൽ നിന്നുണരുന്നതോടെ ആ കഥ അവസാനിക്കുന്നു. യുക്തിയും അസംബന്ധവും സമന്വയിച്ചുകൊണ്ടുള്ള ആഖ്യാന രീതി മുതിർന്നവരെ പോലും ആകർഷിക്കാൻ പോരുന്നതാണ്. ആലീസ് അത്ഭുത ലോകത്തിൽ കണ്ടുമുട്ടുന്ന മനുഷ്യരും ജന്തുക്കളുമെല്ലാം സാധാരണ ലോകത്തിൽ ജീവിക്കുന്നവരുടെ രൂപഭേദങ്ങൾ ആണെന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. സ്നേഹസമ്പന്നയും സൗമ്യയും മര്യാദക്കാരിയും വിശ്വസ്തയും ആയാണ് ആലീസിനെ കഥയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ആലീസിൻ്റെ അത്ഭുത ലോകത്തിലെ സഞ്ചാരങ്ങൾ എല്ലാവരെയും ആകർഷിക്കുന്നതും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ടതുമാണ്. വായിക്കൂ, അനുഭവിച്ചറിയൂ. അടുത്ത പ്രവർത്തനം നോക്കാം. ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ. ഈ ചിത്രം നോക്കൂ. ഇതിലെന്തെല്ലാം ഉണ്ട്?
ഇത്തരം കാഴ്ചകൾ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമാണോ? ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം. ചിത്രത്തിൽ പച്ചപ്പുള്ള ഒരു കുന്ന് കാണാം. ആ കുന്നിലെ മരങ്ങളെല്ലാം വെട്ടി ഒരു ലോറിയിൽ കയറ്റിയിരിക്കുന്നു. മരക്കുറ്റികൾ മാത്രമാണ് ആ കുന്നിൽ അവശേഷിക്കുന്നത്. ഒരു JCB കുന്നിടിച്ച് മണ്ണെടുക്കുന്നു. ഫാക്ടറികളിൽ നിന്നും മലിനജലം കൃഷിയിടത്തിലേക്കും ഒഴുകിയെത്തുന്നു. മനുഷ്യന്റെയും മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ഹാനികരമാകുന്ന പ്രവൃത്തികളാണ് ചിത്രത്തിൽ കാണുന്നത്. എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. അതിനാൽ ഭൂമിയെയും പ്രകൃതിയെയും നശിപ്പിക്കാൻ ആർക്കും തന്നെ അവകാശമില്ല. ഇക്കാലത്ത് മനുഷ്യന്റെ കടന്നുകയറ്റം മൂലവും അവിവേകപൂർണമായ പ്രവൃത്തികൾ കാരണവും ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. വന്യമൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും വാസസ്ഥലമാണ് വനങ്ങൾ. വനങ്ങളുടെ നാശം ജൈവ വൈവിധ്യത്തെ ബാധിക്കുന്നു. ധാരാളം സസ്യങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ഉന്മൂലനത്തിന് കാരണമാകുന്നു. നമ്മുടെ ഭൂമിയെയും പരിസ്ഥിതിയെയും കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. അതിന് വളർന്നു വരുന്ന പുതുതലമുറ തന്നെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനായി പ്രവർത്തിക്കണം. നമുക്ക് മാത്രമുള്ളതല്ല, മറ്റു ജീവജാലങ്ങൾക്കും വരും തലമുറകൾക്കും അവകാശപ്പെട്ടതാണ് ഭൂമി. അടുത്തത് വായിക്കാം, കണ്ടെത്താം. ചുവടെ കൊടുത്ത പദജോഡികൾ ശ്രദ്ധിക്കൂ. അവയിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കണ്ടു, കണ്ട. തുറന്നു, തുറന്ന. ചിന്തിച്ചു, ചിന്തിച്ച. ഇതുപോലുള്ള കൂടുതൽ പദജോഡികൾ പാഠഭാഗത്തു നിന്നും മറ്റും കണ്ടെത്തി എഴുതുക. ഇവിടെ ആദ്യം ചോദിച്ചിട്ടുള്ളത് പദജോഡികൾ തമ്മിൽ നിങ്ങൾക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നടന്നു, നടന്ന. പറഞ്ഞു, പറഞ്ഞ. അതിൽ നടന്നു, പറഞ്ഞു അതെന്താണ്? പൂർണ്ണക്രിയകളാണ്. നടന്ന, പറഞ്ഞ അതെന്താണ്? അപൂർണക്രിയകളാണ്. അപ്പോൾ അപൂർണക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിൻ്റെ ഒപ്പം മറ്റു വാക്കുകൾ ചേർന്നാൽ മാത്രമേ അതിന് പൂർണ്ണതയുള്ളൂ. അവൾ നടന്ന വഴികൾ, അല്ലെങ്കിൽ അവൾ പറഞ്ഞ കാര്യം. അപ്പോൾ ആ നടന്നതിൻ്റെയും പറഞ്ഞ എന്നുള്ളതിൻ്റെയും ഒപ്പം മറ്റുള്ള വാക്കുകൾ ചേർന്നപ്പോൾ മാത്രമേ അതിന് പൂർണ്ണത വന്നിട്ടുള്ളൂ. അതിനാൽ അത് അപൂർണക്രിയ. നടന്നു, പറഞ്ഞു എന്നീ വാക്കുകൾ പൂർണ്ണക്രിയകളാണ്. അതിന് മറ്റു വാക്കുകളില്ലെങ്കിലും അതിന് പൂർണ്ണതയുണ്ട്. കൂടുതൽ പദജോഡികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നടന്നു, നടന്ന. കഴിഞ്ഞു, കഴിഞ്ഞ. അലഞ്ഞു, അലഞ്ഞ. സഞ്ചരിച്ചു, സഞ്ചരിച്ച. പറഞ്ഞു, പറഞ്ഞ. ചെയ്തു, ചെയ്ത. വളർന്നു, വളർന്ന. തിന്നു, തിന്ന. മറന്നു, മറന്ന. ഇങ്ങനത്തെ ഇനി കുറേ എണ്ണുണ്ട്. കഴിച്ചു, കഴിച്ച. കരഞ്ഞു, കരഞ്ഞ. അങ്ങനത്തെയൊക്കെ കൂടുതൽ നിങ്ങൾ കണ്ടെത്തുക. മണ്ണറിവ്, പൊന്നറിവ്. ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം. മണ്ണ് പൊന്നാക്കണം. ചേറ് ചോറാക്കണം. ചോറ് ചേറാക്കരുത്. മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പഴഞ്ചൊല്ലുകൾ നമ്മോട് പറയുന്നത് എന്തെല്ലാം? പാഠഭാഗത്തു നിന്നും മണ്ണിനെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രസംഗം തയ്യാറാക്കൂ. ലോക മണ്ണു ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുമല്ലോ. എന്നാണ് ലോക മണ്ണു ദിനം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഡിസംബർ 5-ന്. അപ്പോൾ പ്രസംഗത്തിൻ്റെ ഒരു മാതൃക ഇവിടെ കൊടുക്കുന്നുണ്ട്. മാന്യ സദസ്സിന് നമസ്കാരം. മണ്ണിൽ കളിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല. മണ്ണിൽ വീണുരുണ്ട് കുറുമ്പ് കാട്ടുന്നവരും മണ്ണ് വാരി തിന്ന് കുസൃതി കാട്ടുന്നവരും കുറവല്ല. മണ്ണപ്പം ചുട്ടും മണ്ണ് വാരിക്കളിച്ചും പിന്നിട്ട ബാല്യം എത്ര പെട്ടെന്നാണ് മനുഷ്യൻ മറക്കുന്നത്. വളർന്നു വലുതാകുമ്പോൾ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാതിരിക്കാൻ നാം ശ്രദ്ധിക്കുന്നു. കയ്യിൽ ചെളി പുരളുന്നത് കുറച്ചിലാണ്. മണ്ണിൽ പണിയെടുക്കുന്നവരോട് പുച്ഛം. കയ്യിൽ കിട്ടിയതെന്തും ഉപയോഗശേഷം മണ്ണിലേക്ക് വലിച്ചെറിയും. അതുമൂലം മണ്ണിന് എന്ത് സംഭവിക്കും എന്ന ആലോചനയേയില്ല.
ഇങ്ങനെ അവഗണിക്കേണ്ടതാണോ മണ്ണ്? അല്ലേയല്ല. മരങ്ങൾ വെട്ടി നശിപ്പിച്ചും കുന്നുകൾ ഇടിച്ചു നിരത്തിയും കൂറ്റൻ കെട്ടിടങ്ങൾ പണിതും നാം പ്രകൃതിയോടും വരും തലമുറയോടും കടുത്ത ദ്രോഹമല്ലേ ചെയ്യുന്നത്? ഇങ്ങനെ ചില ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മണ്ണിനെയും ജീവനെയും സംരക്ഷിക്കാൻ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നമുക്കും ചിലതെല്ലാം ചെയ്യാൻ സാധിക്കും. മരത്തൈകൾ വച്ചു പിടിപ്പിച്ച് ഒരു പരിധിവരെ മണ്ണൊലിപ്പ് തടയാം. മരങ്ങളുടെ വേരുകൾ മണ്ണിനെ നന്നായി പിടിച്ചു നിർത്തുന്നതിനാൽ വൻമരങ്ങൾ വച്ചു പിടിപ്പിക്കുന്നത് നല്ലതാണ്. കുന്നിൻ ചെരുവുകളിൽ തട്ടുതട്ടായി കൃഷി ചെയ്യുന്നത് മണ്ണൊലിപ്പിനെ പ്രതിരോധിക്കാനുള്ള ഉചിതമായ മാർഗമാണ്. മണ്ണും വെള്ളവും ഒരുമിച്ച് ഒരിടത്ത് നിലനിർത്താൻ പറ്റിയ ഇടങ്ങളാണ് വയലുകളും നീർത്തടങ്ങളും. എല്ലാത്തരം സസ്യങ്ങളും ജീവവർഗങ്ങളും മണ്ണിന് ആവശ്യമുള്ളവ തന്നെയാണ്. അവയെല്ലാം നിലനിർത്താൻ മനുഷ്യരെ പ്രേരിപ്പിക്കാം. അങ്ങനെ മണ്ണിലെ ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളിയാവാം. കാലാവസ്ഥാ വ്യതിയാനവും വനനശീകരണവും രാസവളങ്ങളും കീടനാശിനികളും വ്യാപകമായി ഉപയോഗിക്കുന്നതും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുന്നു. അമേരിക്കൻ പ്രകൃതിശാസ്ത്രജ്ഞനായ വില്യം ബീബ് കണ്ടെത്തിയതുപോലെ മണ്ണിൽ അനേകം സൂക്ഷ്മജീവികളുണ്ട്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഇതര ജീവജാലങ്ങളുടെ സാന്നിധ്യം അനിവാര്യമാണ്. മണ്ണിന് ജീവനുണ്ട്. ജീവനുള്ള മണ്ണിൽ നിന്നാണ് നമുക്കെല്ലാം ലഭിക്കുന്നത്. മണ്ണിനെ സംരക്ഷിക്കാനും മണ്ണിൻ്റെ മേന്മ നിലനിർത്താനുമുള്ള പ്രവർത്തനങ്ങൾക്കുമായാണ് ലോക മണ്ണ് ദിനമായി ഡിസംബർ 5 എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്നത്. മണ്ണിനെ ചൂഷണം ചെയ്യുന്നത് തടയാനും മണ്ണിൻ്റെ സമൃദ്ധി നിലനിർത്താനും വൈവിധ്യമാർന്ന കൃഷി സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകാനും അതുവഴി വരും തലമുറയെ സംരക്ഷിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നന്ദി, നമസ്കാരം. അടുത്തത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ്. ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി. ആ കിറുക്ക് മണ്ണിനെക്കുറിച്ചും മണ്ണിനടിയിലെ ജീവജാലങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിന് വഴി തെളിച്ചു. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ, ചെടികൾ, പൂക്കൾ, കുളങ്ങൾ, വയൽ, പുഴ തുടങ്ങിയവയെക്കുറിച്ച് എന്തെല്ലാം അറിയാം? ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ, അവതരിപ്പിക്കൂ. ഇവിടെ വയലിനെ പറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പച്ച വിരിച്ച് വിശാലമായി കിടക്കുന്ന വയൽ, ആരും കൊതിക്കുന്ന പ്രകൃതി സൗന്ദര്യം. പ്രഭാത സൂര്യൻ ഉദിച്ചുയരുമ്പോൾ വയലിലെ കതിരുകളിൽ മഞ്ഞുതുള്ളികൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നു. വയലിലെ ചെളിവെള്ളത്തിൽ ചെറുജീവികൾ. വയലിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെ കാലുകളിൽ ഇക്കിളി കൂട്ടുന്ന മീനുകൾ. കുഞ്ഞിത്തവളകൾ. വയലിനു ചുറ്റും പാറിപ്പറക്കുന്ന തുമ്പികൾ, ശലഭങ്ങൾ, പുൽച്ചാടികൾ, കൊറ്റികൾ. എല്ലാവരും അമ്മയായ വയലിനു ചുറ്റും സന്തോഷത്തോടെ ജീവിക്കുന്നു. വയലിൻ്റെ ഭംഗിയോടൊപ്പം അവിടുത്തെ കാറ്റിനും സുഗന്ധമുണ്ട്. ഇളം കാറ്റടിക്കുമ്പോൾ നെൽച്ചെടികൾ കടലിലെ തിരമാലകൾ പോലെ പൊങ്ങി അമരുന്നു. വളരെ മനോഹരമാണ് ഈ വയൽ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.